ഹരി ഓം. ഭാഗവതം ഷഷ്ഠസ്കന്ധം 1-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകം മുതൽ. യമദൂതന്മാരും വിഷ്ണു പാർഷദന്മാരുമായിട്ടുള്ള ഒരു സംവാദമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏന സ്വധാമ്യമീഭാവ രജസത്വതമോമയാഃ ഗുണനാമ ക്രിയാരൂപൈർ വിഭാവ്യന്തേ യഥാ തഥം. ഏന സ്വധാമ്യമീ സ്വധാംനി അമി എന്നാണ് വാക്ക്. ഏന യാതൊരുവനാൽ സ്വധാംനി തൻ്റെ മഹിമ കൊണ്ട് മഹിമയിൽ രജസത്വതമോമയ ഭാവ രജം രജസ് സത്വ തമസ് എന്ന രൂപത്തിൽ എന്ന ഭാവത്തിലിരിക്കുന്ന ദേഹങ്ങൾ ഗുണനാമക്രിയാരൂപൈ ഗുണങ്ങൾ നാമങ്ങൾ ചെയ്തികൾ ക്രിയ എന്ന് പറഞ്ഞാൽ ചെയ്തികൾ അവരവരുടെ പ്രവൃത്തികൾ എന്നീ സ്വരൂപങ്ങളാൽ ശരിയാകുന്ന രീതിയിൽ യഥാതഥം എങ്ങനെയാണോ അങ്ങനെ വിഭാവ്യന്തേ വിഭാവിക്കുന്നു, അതായത് നിർമ്മിക്കപ്പെടുന്നു. യാതൊരുവനാൽ തൻ്റെ സ്വരൂപം എന്താ, തൻ്റെ സ്വസ്വരൂപം എന്താ, ആ ബ്രഹ്മമാണ്, പരമാത്മാവാണ് നമ്മളുടെ സ്വസ്വരൂപം. അല്ലാതെ നമ്മുടെ ശരീരമല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്വ രജ തമോ ഗുണം ഈ 3 കാര്യങ്ങൾ കാണപ്പെടുന്ന ദേഹങ്ങളെല്ലാം ഗുണം കൊണ്ടും നാമം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ തന്നെയാണ് ആ സാക്ഷാത് ഹരി, ഭഗവാൻ, നാരായണൻ എന്നൊക്കെ പറയും. സൂര്യോഗ്നിഘം മരുദ്ഗാവ സോമസന്ധ്യാഹനീ ദിശ കം കോ കാലോ ധർമ്മ ഇതി ഹേതേ ദൈഹ്യസ്യ സാക്ഷിണഃ. സൂര്യോഗ്നി ഖം മരുദ്ഗാവ എല്ലാം ഓരോ കാര്യങ്ങളാണ്. സൂര്യന്, അഗ്നിയ്, ഖം ആകാശം, മരുത് വായു, ഗാവ ദ്യോവ്, സോമ ചന്ദ്രൻ, പിന്നെ ദിശ ദിക്കുകൾ, സന്ധ്യാസമയം, അഹനി പകല്, പിന്നെ സന്ധ്യാഹനി കണ്ടോ, സന്ധ്യാസമയാഹനി പകലും രാത്രിയും, പിന്നെ ദിശ ദേശങ്ങൾ, ദിക്കുകൾ, കം ജലം, അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. കം ജലം. കു ഭൂമി, കുഞ്ഞു കാക്കകളാണ്. കുഹു ഭൂമി. കാലഹ കാലം. ധർമ്മഹ ദേവൻ. ധർമ്മഹ ധർമ്മദേവൻ. ഏതേ ദൈഹ്യസ്യ ഈ ദേഹിയുടെ, അതായത് ദേഹിയുടെ ജീവൻ്റെ സാക്ഷിണഃ സാക്ഷികൾ. ഹി അല്ലേ ഈ ബ്രാഹ്മണനിൽ നിങ്ങൾ ദണ്ഡമേൽപ്പിക്കുന്നുവല്ലോ. ഇദ്ദേഹം അധർമ്മം, ഈ അജാമളൻ്റെ കാര്യമാണ് പറയുന്നത് യമദൂതർ. ഈ ബ്രാഹ്മണനിൽ നിങ്ങൾ ദണ്ഡമേൽപ്പിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹം അധർമ്മം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് തീർച്ചപ്പെടുത്തിയത്, നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതുകൊണ്ട് എല്ലാ ജീവികളും അനുഷ്ഠിക്കുന്ന ധർമ്മത്തിനും അധർമ്മത്തിനും സാക്ഷികളായിട്ട് കുറേ പേരുണ്ട്. അതാണ് സാക്ഷി. സൂര്യ അഗ്നി ഖം മരുദ്ഗാവ എന്നൊക്കെ പറയുന്നത്. സൂര്യന്, അഗ്നി, ആകാശം, വായു, ദ്യോവ്, ചന്ദ്രൻ, സന്ധ്യ, പകൽ, രാത്രി, ദിക്കുകൾ, ജലം, ഭൂമി, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഇതെല്ലാം സാക്ഷികളാണ്. ഭൂമി, കാലം, ധർമ്മ അഭിമാനിയായ ദേവൻ എന്നിവരുണ്ടല്ലോ. അതുകൊണ്ട് ഗീതയ്ക്കകത്തുള്ളൊരു ശ്ലോകമുണ്ട്. ആദിത്യ ചന്ദ്രാവനിലോനലശ്ച ദ്യൗർ ഭൂമിരാപോ ഹൃദയം യമശ്ച ആകശ്ച രാത്രിശ്ച ഉഭയജ സന്ധ്യേ ധർമ്മശ്ച ജാനാതി നരസ്യ വൃത്തം. ആ ധർമ്മശാസ്ത്രം അങ്ങനെയാണെന്ന്. അതെല്ലാം സാക്ഷികളായിട്ടുണ്ട്. അവരോട് ചോദിക്കാമല്ലോ എന്ന് യമദൂതർ പറയുക. ഏതൈരധർമ്മോ വിജ്ഞാത സ്ഥാനം ദണ്ഡസ്യ യുജ്യതേ സർവേ കാമാനുരോധേന ദണ്ഡമർഹന്തി കാരിണഃ. ഏതൈരധർമ്മോ വിജ്ഞാതഃ അറിയപ്പെട്ട അധർമ്മം ദണ്ഡത്തിന് സ്ഥാനം യുജ്യതേ സ്ഥാനമായിട്ട് യോജിക്കുന്ന തരത്തിലുള്ള കർമാനുരോധേന കർമ്മത്തിന് അനുസൃതമായിട്ട്
സർവേ കാരിണ ആ ചെയ്തികളെല്ലാം ആ ദണ്ഡത്തെ അർഹിക്കുന്നു. അതായത് ഈ സാക്ഷികൾ ഉണ്ടല്ലോ, ഈ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, കാലം, ജലം, ഇങ്ങനെയൊക്കെ ഉള്ളത്, ആ സാക്ഷികൾ അധർമ്മം അറിയുന്നു. അവർ അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഒരു പുരുഷനാണ് ദണ്ഡത്തിന് യോഗ്യമായ സ്ഥാനം. ആ പുരുഷനാണ് യോഗ്യമായ സ്ഥാനം. അധർമ്മം ചെയ്യുന്നവർ എല്ലാവരും തന്നെ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹതപ്പെട്ടവരാണ്. അതുകൊണ്ട് കർമ്മത്തിനനുസരിച്ച് എല്ലാവരെയും ദണ്ഡിക്കുന്നതാണ് ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ പ്രവൃത്തി. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അവർ പറഞ്ഞത്. ആര്? യമദൂതർ. അവർ പിന്നെ പറയുക, സംഭവന്തി ഹി ഭദ്രാണി വിപരീതാനി ചാനഘാ കാരിണാം ഗുണസംഗോസ്തി ദേഹവാൻ ന ഹ്യകർമ്മകൃത്. സംഭവന്തി ഹി ഭദ്രാണി വിപരീതാനി ചാനഘാ കാരിണാം ഗുണസംഗോസ്തി ദേഹവാൻ ന ഹ്യകർമ്മകൃത്. അനഘ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവരെ, നിഷ്പാപന്മാരെ, ഭദ്രാണി വിപരീതാനി നികൃഷ്ടങ്ങളും ഭദ്രം ആയിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, വിപരീതാനി അതിന് എതിരായിട്ടുള്ളത്, നികൃഷ്ടമായിട്ടുള്ളത് സംഭവിക്കുന്നു. അത് തീർച്ചയാണ്, അത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരിണാം പ്രവർത്തിക്കുന്നവർക്ക്, ചെയ്തികൾ കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഗുണസംഗ അസ്തി, ഗുണത്തിനോടുള്ള ബന്ധമുണ്ട്. ആ ചെയ്ത കാര്യത്തിനൊരു എന്തെങ്കിലും ഒരു ഗുണമുണ്ട്, അതിനോടൊരു ബന്ധം ഉണ്ടാവും. അല്ലേ, നമുക്ക് ചെയ്ത പ്രവൃത്തികളോടൊരു ക്രിയകളോട് കർമ്മബന്ധം എന്ന് പറയുന്നതിന് ഒരു ബന്ധമുണ്ട്. ദേഹവാൻ പ്രവർത്തിക്കുന്നവർക്ക് ഗുണസംഖ്യ അസ്തു, ഗുണബന്ധമുണ്ട്. ദേഹവാൻ ദേഹമുള്ളവൻ, നമ്മളൊക്കെ ദേഹം ആണ് നമ്മൾ എന്നല്ലേ നമുക്കങ്ങനെയാണ് വിചാരിക്കാൻ പറ്റുമോ? അതിനകത്തിരിക്കുന്ന ആത്മാവ് മാത്രമേ ശരീരം അത് വീണു പോകുന്നതാണ് എന്നൊന്നും എപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടൊന്നും ഇരിക്കുകയില്ല. ശരീരത്തിന് വേദന വരും, നമുക്കിപ്പോൾ വേദന എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിന് ആണല്ലോ ഞാനെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ശരീരത്തെയാണെന്ന് നമ്മൾ ഓർക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാനെന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെയാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ദേഹമുള്ളവർ അകർമ്മകൃത നഹി, കർമ്മം ചെയ്യാത്തവനല്ല. എല്ലാ ജീവജാലങ്ങളും കർമ്മം ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഏന യാവാൻ യഥാ അധർമ്മോ, അവിടെ അധർമ്മോ എന്നാണ്. ഏന യാവാൻ യഥാ അധർമ്മോ ധർമ്മോ വേഹ സമീഹിത സയേവ തദ്ഫലം ഭുങ്ക്തേ തഥാ താവതമുത്ര വൈ. താവത് അമുത്ര. ഏന യാതൊരുവനാൽ യാവാൻ എത്രത്തോളം, യഥാ ഏത് വിധത്തിൽ, എങ്ങനെയൊക്കെയാണ്, ആരാലാണോ എത്രത്തോളം, ഏത് വിധത്തിൽ അധർമ്മമോ ധർമ്മമോ ചെയ്യപ്പെട്ടിരിക്കുന്നത്, സമീഹിത എന്ന് വെച്ചാൽ ചെയ്യപ്പെട്ടിരിക്കുന്നുവോ, തഥാ അപ്രകാരം എത്രത്തോളമാണോ അത്രത്തോളം അതിൻ്റെ ഫലത്തെ അമുത്ര അന്യമായ ലോകത്തിൽ സയേവ അവൻ തന്നെ ഭുങ്ക്തേ ഭുജിക്കുന്നു. സത്യമല്ലേ? അവൻ തന്നെ എത്രത്തോളം ധർമ്മവും അധർമ്മവും ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ മറ്റ് ലോകത്തിൽ ചെന്നാൽ അവൻ കഴിക്കുന്നു, അവന് അനുഭവിക്കുന്നു. അത് ദണ്ഡം ഏത് വിധം നിങ്ങൾ നടത്തുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഈ ഉത്തരം. ദണ്ഡം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചോ വിഷ്ണു പാർഷദന്മാർ. എങ്ങനെയാണ് നിങ്ങൾ ധർമ്മം നടത്തുന്നതെന്ന് ചോദിച്ചതിന് ഉത്തരമാണ് അവർ ഈ പറഞ്ഞത്. അത് ഏത് വിധത്തിൽ എത്രത്തോളം അധർമ്മമാണോ, അധർമ്മം കുറച്ചോ, അധർമ്മമോ ചെയ്തിരിക്കുന്നുവോ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ നരകത്തിലാണെങ്കിലും പോയി അനുഭവിക്കണം, സ്വർഗത്തിലാണെങ്കിലും പോയി അനുഭവിക്കണം. ആ പുരുഷൻ തന്നെ അനുഭവിക്കണം, അവൻ തന്നെ ചെയ്യണം. അത് നമ്മൾ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ് അതിൻ്റെ ശാസ്ത്രം. അവർ പറയുന്ന അവരുടെ ശാസ്ത്രം. അത് ധർമ്മരാജൻ എന്ന് പറഞ്ഞാൽ അതായത് യമരാജാവിൻ്റെ കാലൻ എന്ന് പറയുന്നത് അതാ എളുപ്പം കാലൻ്റെ ധർമ്മനീതി അതാണ്. അദ്ദേഹത്തിൻ്റെ കാലൻ്റെ ദൂതന്മാരാണ് ഈ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പുറത്ത് വിഷ്ണുവിൻ്റെ പാർഷദന്മാരും എത്തിയിരിക്കുന്നു. അവർ തമ്മിലാണ് സംവാദം. യഥേഹ ദേവപ്രവരാഹ സ വെട്ടിക്കളയുക ത്രൈവിധ്യമുപലഭ്യതേ ഭൂതേഷു ഗുണവൈചിത്ര്യാത് തഥാന്യത്ര അനുമീയതേ. യഥേഹ ദേവപ്രവരാഹ അവിടെ നിർത്തണമേ. സ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പാദമായിട്ട്
ത്രൈവിധ്യം ഉപലഭ്യതേ ഭൂതേഷു ഗുണവൈചിത്ര്യാത് തഥാന്യത്ര അനുമീയതേ. ഒന്നത്ത് തിരുത്താനൊന്നുമില്ല. അവിടുത്തെ വെട്ടിക്കളയുക എന്നുള്ളത് ആദ്യത്തെ ലൈനിലതേ ഉള്ളൂ. ഈ ലോകത്തിൽ ഏതൊരു വിധം ത്രിവിധത 3 തരത്തിൽ കാണപ്പെടുന്ന ഭൂതങ്ങളിൽ ഭൂതേഷു ഗുണവൈചിത്ര്യാത് ഗുണങ്ങളുടെ വിചിത്രത നിമിത്തം പരലോകത്തിൽ അന്യത്ര എന്നിവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് ലോകത്തിൽ അന്യസ്ഥലത്ത് തഥാ അപ്രകാരം അനുമാനിക്കപ്പെടുന്നു. അവർ അതുപോലെ തന്നെ ഊഹിക്കപ്പെടുന്നു. ദേവശ്രേഷ്ഠന്മാർ ഈ പ്രാണികളിൽ ഈ ജീവികളിലെ സത്വാദി ഗുണങ്ങളുടെ വൈചിത്ര്യം നമ്മൾ കണ്ടു. നിമിത്തം ഈ ലോകത്തിൽ സുഖിക്കുന്നവനെന്നും ദുഃഖിക്കുന്നവനെന്നും സുഖതക്ക സമ്മിശ്രവാൻ എന്നും 3 വിധം ഭേദം നമ്മൾ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്കെടുക്കാം. 3 വിധത്തിലുള്ള ഭേദം കാണുന്നു. സുഖിക്കുന്നയാൾ സുഖി, ദുഃഖിക്കുന്നയാൾ ദുഃഖി, സുഖദുഃഖ സമ്മിശ്രവാൻ, രണ്ടും കൂടെ കൂടിക്കലർന്ന് നമ്മളെപ്പോലുള്ളവർ രണ്ടും കൂടെ കൂടിക്കലർന്ന് അനുഭവിക്കുന്നു. അങ്ങനെ പരലോകത്തിലും അങ്ങനെയുണ്ടെന്ന് പുണ്യവാനെന്നും പാപിയെന്നും രണ്ടും കൂടെ ചെയ്തവനെന്നും ഉഭയകർമ്മം ചെയ്തവനെന്നും ഉള്ള രീതിയിൽ അനുമാനിക്കപ്പെടുകയും ചെയ്യുന്നെന്ന്. അത്രയേ ഉള്ളൂ. അതൊന്നും പറയാനില്ല കേട്ടോ അവിടെ. അതുകൊണ്ട് അനുമീയതേ ഏറ്റവും അവസാനം അനുമീയതേ എന്നേ ഉള്ളൂ. അനുമീയതേ അനുമാനിക്കപ്പെടുന്നു. ഭൂതേഷു ഗുണവൈചിത്ര്യാത് തഥാന്യത്ര അനുമീയതേ വർത്തമാനോന്യയോ കാലോ ഗുണാഭിജ്ഞാപകോ യഥാ ഏവം ജന്മാന്യയോരേതത് ധർമാധർമ്മ നിദർശനം. ഏവം ജന്മാന്യയോരേതത് അന്യയോ ഏതത് ഏവം ജന്മാന്യയോരേതത് അവിടെ മുകളിലാകട്ടെ അന്യയോ എന്നുള്ളത്. വർത്തമാനോ അന്യയോ കാലോ വർത്തമാനോന്യയോ കാലോ ഗുണാഭിജ്ഞാപക ഗുണങ്ങളെ അറിയുന്നത് ഏതു വിധമോ യഥാ ഏവം ജന്മാന്യയോരേതത് ഏവം ജന്മ അന്യയോ ഏവം ജന്മാനി അന്യയോ ഏവം അന്യയോരേതത് ഏവം ജന്മാന്യയോരേതത് അങ്ങനെയാ പറയണം. ഏതതെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം. എന്നിട്ട് ധർമ്മ നിദർശനം ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ദൃഷ്ടാന്തമാകുന്നു. ദൃഷ്ടാന്തമാകുന്നു. ആ ജന്മാന്യയോരേതത് എന്നാക്കിയിട്ട് അധർമ്മ നിദർശനം എന്ന് വായിക്കണം. ഏതതെന്നാക്കണം. അത്രയേ ഉള്ളൂ ഇവിടെ തിരുത്താനുള്ളത്. ഏവം ജന്മാന്യയോരേതത് അധർമ്മ നിദർശനം. 48 മനസൈവ പുരേ ദേവ പൂർവരൂപം വിപശ്യതി അനുമീമാംസതേ പൂർവം മനസാ ഭഗവാൻ അജഹ. മനസൈവ പുരേ ദേവഃ ഇവിടെ നിർത്തുക. പൂർവരൂപം വിപശ്യതി അനുമീമാംസതേ പൂർവം മനസാ ഭഗവാൻ അജഹ. അജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ജന്മം ഇല്ലാത്തവൻ. അതുകൊണ്ട് അജൻ എന്നുള്ള പേര് ഭഗവാൻ മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജന്മമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതുകൊണ്ട് ആ വാക്ക് വേണ്ട ആവശ്യം വരുമ്പോൾ അജൻ എന്നുള്ള വാക്ക് ഇവിടെ എല്ലാവരും പ്രയോഗിക്കാറുണ്ട്. ബ്രഹ്മാവിൻ്റെ പേരിലും ബ്രഹ്മാവും അജൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഭഗവാനാണെങ്കിൽ സർവജ്ഞൻ, എല്ലാം അറിയുന്നവനാണ്, അജന്മാതിരഹിതനാണ്, ദേവനാണ്, പുരേ സ്ഥിത. നേരത്തെ തന്നെ ജീവൻ ഉള്ള ജീവികളുടെ മനസ്സിൽ സ്ഥിതനായിട്ട് നിന്നുകൊണ്ട് പൂർവ്വരൂപം കഴിഞ്ഞ രൂപത്തെ വിശേഷമായി കാണുന്നുണ്ട്. അപൂർവം. ആ പൂർവം എന്ന് വെച്ചാൽ മുൻപില്ലാത്തതുപോലെ, അതായത് വരുവാൻ പോകുന്നതിനെ ആണ് അർത്ഥം പറയാം നമുക്ക്. അപൂർവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അർത്ഥമൊന്നും ഓർക്കുന്നില്ല. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ വാക്ക് ഉണ്ടായതെങ്ങനെയാണ്. ആ പൂർവം മുമ്പ് ഇല്ലാത്തത്. പൂർവം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാകാത്തത്. അതായത് ഇനി വരാൻ പോകുന്നതെന്നല്ലേ അർത്ഥം. അപ്പം വേണമെങ്കിൽ അങ്ങനെ ഉദ്ദേശം എടുക്കാം. ആ പൂർവം നേരത്തെ ഇല്ലാത്തത്, ഇതുവരെ ഉണ്ടാകാത്തത് ആണ് വരുന്നത്. അതായത് വരുവാൻ പോകുന്നതിനെ മനസ്സുകൊണ്ട് അനുമീമാംസതേ വിചാരിക്കുകയും ചെയ്യുന്നു. അതൊന്നുമില്ല തിരുത്താൻ.
യഥാജ്ഞസ്തമസായുക്ത ഉപാസ്തേ വ്യക്തമേവ ഹി ന വേദപൂർവമപരം നഷ്ടജന്മസ്മൃതിസ്തഥാ യഥാജ്ഞസ്തമസായുക്ത ഉപാസ്തേ വ്യക്തമേവ ഹി ന വേദപൂർവം അപരം നഷ്ടജന്മസ്മൃതിസ്തഥ. ഭഗവാൻ എല്ലാം അറിയുന്നു, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നു. എന്നാൽ ജീവനോ ആ വിധം അറിയുന്നില്ല. ഈശ്വരനെല്ലാം അറിയാം, പക്ഷെ നമുക്കെല്ലാം അറിഞ്ഞുകൂടാ. അത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മായാമോഹം, മായയിൽ പെട്ടതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഇനി വരുവാനിരിക്കുന്ന ജന്മത്തെയോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഇരിക്കുന്ന ശരീരത്തെ മാത്രം നമ്മൾ മനസ്സിലാക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവന് സ്വപ്നത്തിൽ കാണുന്ന വേറുള്ള ശരീരാദി വസ്തുക്കളെ സത്യമെന്ന് ധരിക്കുന്നു, അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തിൽ ശരീരങ്ങളുള്ള ആളുകളെയും നമ്മൾ അമ്മയെ സ്വപ്നം കണ്ടു, അച്ഛനെ സ്വപ്നം കണ്ടു, നമ്മൾ അടുത്ത് പോയപ്പോൾ കൂട്ടുകാരായിട്ടുള്ളവരെയൊക്കെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുപ്പമുള്ളവരെ ഒരുപാട് കാലമായിട്ട് കാണാത്തവരെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടെന്ന് ഓർക്കുമ്പോൾ ആ സ്വപ്നം കണ്ടപ്പോൾ കണ്ടത് ശരിയല്ലേ? കണ്ടപ്പോൾ ശരിയല്ലെന്ന് തോന്നിയില്ലല്ലോ നമുക്ക്. പക്ഷേ എപ്പോഴാണ് തോന്നിയത്? ആ നിദ്രയിൽ നിന്ന് ഉണർന്നു വന്നപ്പോൾ നമുക്ക് തോന്നി ആ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന്. അതുപോലെയുള്ളെന്ന് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞതിനെ ഓർക്കുന്നില്ല. അതുകൊണ്ട് നിദ്രയുടെ വ്യാപ്തി എത്രയുണ്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ടതൊക്കെ സത്യമാണെന്ന് നിദ്ര ഉള്ളിടത്തോളം കാലം നമ്മളത് ഓർത്തിരിക്കും. നിദ്ര വിട്ട് കഴിഞ്ഞാലോ മനസ്സിൽ പോകും. അത് പിന്നെ മായയായി, അല്ലേ? മായയാണെന്ന് മനസ്സിലായി, അല്ലായിരുന്നു, സത്യമല്ലായിരുന്നെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഈ ജീവിതവും. ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഒരു സ്വപ്നത്തിലാണെന്ന് കരുതുക. നമ്മൾ അപ്പം പിന്നീട് ഉണരുന്നത് എങ്ങോട്ടാണോ അപ്പോൾ നമ്മൾ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സത്യം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരമല്ല ദേഹം, നമ്മുടെ ഈ ശരീരം നമ്മൾ കാണുന്നതല്ല, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവാണ്, അത് എല്ലാത്തിലും ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാത്തിലും ഉള്ള ഒരേ ജീവൻ, അതിൻ്റെ ഒരു അംശം നമ്മളിലും ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് ശരീരത്തിൻ്റെ രൂപത്തിലിരിക്കുമ്പോൾ ആ ശരീരം ജീർണിച്ച് കഴിയുമ്പോൾ അത് ഇട്ടിട്ട് പോകും. പക്ഷേ മറ്റേത് അകത്തിരിക്കുന്ന ആ ജീവൻ്റെ ആ തുടിപ്പ് വേറൊന്നിൽ കയറും, വേറൊരു ജീവനിൽ, വേറൊരു ശരീരത്തിലോട്ട് എത്തി, അത്രയേ ഉള്ളൂ. അതുപോലെ ജീവൻ്റെ വിസ്മൃതിക്ക് മായാമോഹം കാരണം ഈ നമ്മൾക്ക് മറവി വരുന്നത് ഈ മായ കൊണ്ടാണ്. ഈശ്വരൻ ആണെങ്കിലോ മായയ്ക്ക് നാഥനാണ്, മായയ്ക്ക് അതിനാഥനാണ്. മായയുടെ മുകളിൽ നിൽക്കുന്നവനായതുകൊണ്ട് ത്രികാലജ്ഞാനി ആകുന്നു. അത്രയേ ഉള്ളൂ. അതിനകത്ത് യഥാജ്ഞ കേട്ടോ, യഥാജ്ഞ തമസായുക്തയാണ് യുക്ത ഉപാസ്തേ വ്യക്തമേവ ഹി ന വേദപൂർവം അവരം നഷ്ടജന്മസ്മൃതിസ്തഥ. പൂർവ്വജന്മത്തിലെ നഷ്ടപ്പെട്ടതായ ജന്മത്തിലെ, കഴിഞ്ഞു പോയ ജന്മത്തിലേത്, അതുപോലെ വരാനിരിക്കുന്ന ജന്മത്തിലെ കുറിച്ചും അറിയുന്നില്ല. പഞ്ചഭി കുരുതേ സ്വാർത്ഥാൻ പഞ്ചവേദ അധ പഞ്ചഭി ഏകസ്തു ഷോഡശേന ത്രീൻ സ്വയം സപ്തദശോശ്നുതേ. ഷോഡശേന പഞ്ചഭി കുരുതേ സ്വാർത്ഥാൻ പഞ്ചവേദ അധ പഞ്ചഭി ഏകസ്തു ഷോഡശേന ത്രീൻ സ്വയം സപ്തദശോശ്നുതേ. കണക്കുകൾ അതല്ല. ഷോഡശേന 16-ാമത്തേതോടു കൂടിയ, അതായത് മനസ്സോടുകൂടി, സപ്തദശ ഏക തു 17-ാമത്തവനായ ഒരുവനാകട്ടെ 5 കൊണ്ട് സ്വാർത്ഥാൻ സ്വന്തം ആവശ്യങ്ങളെ കുരുതേ ചെയ്യുന്നു. അതായത് 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ. അഥ പഞ്ചഭി പിന്നെയും 5 കൊണ്ട് പഞ്ചവേദ, അത് 5നെ അറിയുന്നു, പഞ്ചവേദ അറിയുന്നു. വേദ എന്ന് പറഞ്ഞാൽ അറിവ്. സ്വയം താൻ 3നെയും അശ്നുതേ 3നെയും അനുഭവിക്കുകയും ചെയ്യുന്നു. അത് പറഞ്ഞാൽ മനസ്സിലാക്കാം അതെന്താണെന്ന്. നമ്മുടെ ജീവന് മായ കൊണ്ട് മോഹിതമായിട്ടിരിക്കുക, മായ കൊണ്ട് നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സംസാര സ്വഭാവത്തെ ഇനിയും വരുന്ന ഈ 5 ശ്ലോകങ്ങൾ കൊണ്ട് ആണെന്ന് തോന്നുന്നു, 5 ശ്ലോകങ്ങളോളം ഉണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ വാക്ക് മുതലായ കാര്യങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നടത്തുന്നു. നേത്രങ്ങൾ കൊണ്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് രൂപാദികളെ 5 വിഷയങ്ങൾ കൊണ്ടും അറിയുന്നു. ഈ പ്രവൃത്തികൾക്കും അറിവിനുമൊക്കെ കാരണമായിരിക്കുന്ന 10 ഇന്ദ്രിയങ്ങളും
വിഷയങ്ങൾ 5ഉം മനസ്സും കൂടി 16 ആ സാധനകൾ അതിനോട് യോജിച്ച് സഞ്ചരിക്കുന്ന ആ ഒന്നായിരിക്കുന്ന ജീവൻ, ഏകനായിരിക്കുന്ന ജീവൻ, അതാണ് നമ്മൾ ഏക എന്ന് പറയുന്നത്. ഏകമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഒന്നായ നിന്നെ ഏക രണ്ടെന്ന് കണ്ട അളവിൽ, അതായത് ഒന്നേ ഉള്ളൂ. അതിനെ നമ്മൾ വലുതായിട്ട് മാറ്റിയിരിക്കുക. ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ മനസ്സ് എവിടെയായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ഒരു വലിയ ഇതൊരു പ്രഹേളികയാണെന്ന് കഴിഞ്ഞ സപ്താഹത്തിന് വന്ന ആചാര്യം പറഞ്ഞ പ്രഹേളിക. നമ്മുടെ മനസ്സ് ഒരു പ്രഹേളിക. ഇത് എവിടെ ഇരിക്കുന്നു? ഹൃദയത്തിലാണോ തലച്ചോറിലാണോ ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് എന്തോ ഉണ്ടെന്ന്. നമുക്ക് ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. മനസ്സെന്ന് പറയുന്നത് നമുക്ക് ആർദ്രതയാണ്, മനസ്സിലുണ്ടാകുന്നതാണ്, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയോ കണക്റ്റഡാണ്. അത് എവിടെയാണെന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. പക്ഷേ അതില്ലാതെ വന്നാലോ ഈ ശരീരം ഒന്നിനും കൊള്ളുകയില്ല, അല്ലേ? അതില്ലാതെ വന്നാൽ പിന്നെ ശരീരം പോയി. ജീവനാകട്ടെ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഇനി 3-4 ശ്ലോകങ്ങൾ കൂടെ ഉണ്ട് അതിനെ വിശദീകരിക്കുന്നത്. തദേതത് ഷോഡശകലം ലിംഗം ശക്തിത്രയം മഹത് ധത്തേനു സംസൃതിം പുംസി ഹർഷ ശോക ഭയാർത്തിദാം. 16 കലകളോട് കൂടിയതും ഷോഡശകലം, കലം എന്ന് പറഞ്ഞാൽ കലകളോട് കൂടിയത്, കലകളോട് കൂടിയത്. ശക്തിത്രയം 3 ശക്തികൾ ഭവിച്ചത്. മഹത്തായത്, അനാദിയായത്. തത് ഏതത് ലിംഗം, ആ ലിംഗ ശരീരം ഏതാണോ ആ ലിംഗ ശരീരം, ആ പുരുഷനോ സ്ത്രീയോ അങ്ങനെയുള്ള ആ ലിംഗ ശരീരം, അത് ഹർഷ ശോക ഭയ ആർത്തിത, സന്തോഷം കൊണ്ടും ദുഃഖം ഭയം ഇങ്ങനെയുള്ള ഭേദങ്ങളെ, മനസ്സിൻ്റെ വിവിധ ഭാവങ്ങളെ നൽകുന്ന സംസാരത്തെ ഒരു പുംസി എന്ന് പറഞ്ഞാൽ പുമാനിൽ, പുംസി ആ മനുഷ്യനിൽ, അവനിൽ അനുദ്ധത്തെ ഉണ്ടാക്കി തീർക്കുന്നു. അത് പറഞ്ഞാൽ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ 10, അങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, അങ്ങനെ 10. അതുപോലെ ശബ്ദാദി വിഷയങ്ങൾ 5, ശബ്ദം രൂപം അങ്ങനെയില്ലേ നമുക്ക്, ആ വാക്ക് പ്രവൃത്തി അങ്ങനത്തെ കുറേ അത് ആ 5 കാര്യങ്ങൾ, അതായത് ശബ്ദാദി വിഷയങ്ങളോടും മനസ്സും കൂടി 15 1 16. കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, ശബ്ദാദി വിഷയങ്ങൾ 5, പിന്നെ മനസ്സ്, അതുകൂടെ കൂടി 16 കലകൾ അടങ്ങിയതും സത്വാദി ഗുണത്രയം, സത്വം രജസ് തമസ്, അതാണ് ഗുണത്രയം എന്ന് പറയുന്നത്. അത് ഭൂതവും. അപ്പോൾ 16 3 19. അനാദിയുമായ ഈ ലിംഗശരീരം ജീവന് എന്തൊക്കെ നൽകുന്നു? സന്തോഷം നൽകുന്നു, ദുഃഖം നൽകുന്നു, ഭയം നൽകുന്നു. അതുകൂടെ കലർന്നിരിക്കുന്നു, അതെല്ലാം കൂടെ കൂടിയിരിക്കുന്നതാണ് ഈ സംസാരം എന്ന് പറയുന്നത്. സംസാരം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൗകിക ജീവിതത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദേഹ്യജ്ഞോജിത ഷഡ്വർഗോ നേച്ഛൻ കർമാണി കാര്യതേ കോശകാര ഇവാത്മാനം കർമാണാച്ഛാദ്യ മുഹ്യതി. ദേഹ്യജ്ഞോജിത, ദേഹ്യജ്ഞ അജിത, ഷഡ്വർഗോ നേച്ഛൻ കർമാണി കാര്യതേ കോശകാര ഇവ ആത്മാനം കർമ്മണാച്ഛാദ്യ മുഹ്യതി. അജിത ഷഡ്വർഗ, ജയിക്കപ്പെടാത്തതായ ഈ ഷഡ്വർഗങ്ങളോട് കൂടിയ അജ്ഞഃ, ഈ ദേഹി അറിവില്ലാത്ത ജീവൻ, ഇച്ഛിക്കാത്തവനായിട്ടും കർമ്മങ്ങളെ ചെയ്യിക്കപ്പെടുന്നു. കോശകാര ഇവ, കോശക്കാരൻ ഓരോ പുഴു, ഈ കൂട് നിർമ്മിക്കുന്ന പുഴു, അതിൻ്റെ ഇത് കൊണ്ട് തന്നെ കൂടുണ്ടാക്കുകയില്ലേ ഈ ജീവികൾ, അവരുടെ തന്നെ ശരീരത്തിൽ നിന്നെടുത്ത നൂല് പോലെ വരുന്നത് കൊണ്ട് കൂടുണ്ടാക്കുന്ന ആ പുഴു എന്ന പോലെ ആത്മാവിനെ കർമ്മം കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നു. ഈ ആത്മാവിനെ എന്തുകൊണ്ടാണ് മറച്ചു വച്ചിരിക്കുന്നത്? കർമ്മം കൊണ്ട് മറച്ചു വെച്ചിട്ട് മുഹ്യതി, മോഹിക്കുന്നു. അതിനെ മറച്ചു വെച്ചിട്ട് ആ മായയിൽപ്പെട്ട് നമ്മൾ എന്താണെന്നറിയാതെ ഉഴലുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ഞാൻ ഈ ശരീരമാണെന്ന് അഭിമാനിച്ചിരിക്കുന്ന ഈ ജീവൻ്റെ അവസ്ഥ, ആ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം വാസ്തവത്തിൽ അതിനൊരു ഇതുമില്ല. അതായത് ഈശ്വരൻ്റെ തന്നെ സ്വഭാവം എന്താ? ഈശ്വരൻ്റെ സ്വഭാവം സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമാണ്. നമ്മുടെ ജീവൻ എൻ്റെ നമ്മുടെ ആത്മാവ്, അത്
ബ്രഹ്മമെന്ന് നമ്മൾ പറയുന്നത് അതൊന്നും നമ്മുടെ കയ്യിലുണ്ടല്ലേ. അതിന് പറയുകയാണെങ്കിൽ കോമായി കിടക്കുന്ന മനുഷ്യർ നമ്മൾ പറയാറില്ലേ, അവരൊന്നും അറിയുന്നില്ല, ശ്വാസോച്ഛ്വാസം മാത്രമുണ്ട്. അതാ ആ ശ്വാസം വലിച്ച് അകത്തോട്ട് വിടുന്നു പുറത്തോട്ട് ഇറക്കുന്നു, അതാണോ ജീവൻ എന്ന് ചോദിച്ചാൽ അതാണ്. അതില്ലാതെ വന്നു കഴിയുമ്പോഴല്ലേ ശരീരം ജീർണിക്കാനും ഒക്കെ തുടങ്ങുകയുള്ളൂ. പിന്നെ കിടക്കുന്നതിൻ്റെ ഒരേപോലെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അതങ്ങനെ അനങ്ങാതെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പക്ഷേ ജീവൻ പോകാൻ അത് കാരണമാകുന്നില്ല അല്ലേ. പഴുക്കുകയൊക്കെ ചെയ്യത്തില്ലേ ഒരേ കിടപ്പ് കിടന്നാൽ. അപ്പം നമ്മളതിനുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗമൊക്കെ നോക്കും. പക്ഷേ ഈ അത് ജീവൻ എന്ന് പറയുന്നൊരു കാര്യം അതിനകത്തുള്ളത് പോയി കഴിഞ്ഞാലോ നിമിഷ നേരം കൊണ്ട് ശരീരം മുഴുവൻ ജീർണിക്കും. ആ ശരീരം അഴുക്കാകും, മണം വരാൻ തുടങ്ങും അല്ലേ. അതിനകത്തൊന്നുമില്ല. പക്ഷേ ആ കോമായിലാണൊന്നും അറിയുന്നില്ല, ബുദ്ധിയൊന്നും അറിയുന്നില്ല. എങ്കിലും ആ ജീവൻ അവിടെയുണ്ട്. അപ്പോൾ ബുദ്ധിയാണോ ജീവൻ? അല്ല. മനസ്സാണോ ജീവൻ എന്ന് ചോദിച്ചാൽ അതുമല്ല. അത് മനസ്സിലുണ്ട്, അദ്ദേഹം ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അപ്പോൾ അതിനകത്തുള്ള എന്തോ ഒന്നുണ്ടല്ലോ, ആ ഒന്ന്, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കർമ്മങ്ങൾ കൊണ്ട് സമ്പാദിക്കേണ്ടതായിട്ട് ഒന്നുമില്ലാത്തതിനാൽ ഈ കർമ്മം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ അല്ലെങ്കിലും അത് ഓരോ ചെയ്യുന്ന കർമ്മം കൊണ്ട് ആ സ്വസ്വരൂപത്തെ മറയ്ക്കുന്നു. ഒന്നും ഇച്ഛിക്കുന്നില്ല, പക്ഷേ തൻ്റെ സ്വന്തം സ്വരൂപം എന്താ, ഒന്നുമില്ലാത്തതായ ആ ബ്രഹ്മം, അതൊന്നും അറിയുന്നില്ല, അതൊന്നും കേൾക്കുന്നില്ല, അതിന് ഒന്നുമില്ലാതെ സത്യ ആനന്ദ സ്വരൂപനാത്. പക്ഷേ ഈ കർമ്മം നമ്മളെ അതിനകത്ത് പെടുത്തുന്നു. സ്വസ്വരൂപത്തെ മറന്നു പോകുന്നു നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്നതായ ഇതിന് ഈ 6 കാര്യത്തിന് അധീനനായിട്ട് കർമ്മങ്ങളെ ബലാത്കാരേണ ചെയ്യിപ്പിക്കപ്പെടുന്നവനായിരിക്കുന്നു. നമുക്ക് ചെയ്തേ മതിയാകൂ, കർമ്മങ്ങൾ ചെയ്തേ മതിയാകൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം അത് ചെയ്തേ മതിയാകൂ എന്ന് വരുന്നു. അപ്പം നമ്മൾ ചൂട് വരുമ്പം ചൂട് തീർക്കാനായിട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നേർമമായ ഒരു വിധം പശ കൊണ്ടുണ്ടാക്കി ആ ജീവികളുണ്ടാക്കുന്ന കൂടിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനുള്ളിലിരിക്കുന്ന കൃമി തനിക്ക് പുറത്തേക്ക് വരുവാനുള്ള ദ്വാരം കൂടി വയ്ക്കാതെയാണ് ഈ ജീവി അത് മുഴുവൻ മൂടുന്നതിനാൽ ആ ഉള്ളിൽ കിടന്നു തന്നെ നശിച്ചു പോകുന്നതായൊരു ജീവാത്മാവ് ആണ് നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവനുകൾ. നമ്മളിത് കൂടിനകത്ത് വെച്ചിരിക്കുകയും നമ്മുടെ ശരീരമാകുന്ന കൂടിനകത്ത് ഇത് വെച്ചിരിക്കുക, അതിന് പുറത്തോട്ട് കിടക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതിങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെ കുറേശ്ശെ പോവുകയും കയറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ഈ പുഴുവിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അത് ഒരു തുളയെങ്കിലും ഇട്ടിട്ട് വേണ്ടേ വെക്കാൻ, അതില്ല, അത് മുഴുവനായിട്ട് അടച്ചു വെക്കുന്നു. ചില പുഴുക്കൾ അത് പൊട്ടിച്ച് ചിത്രശലഭമായിട്ട് പുറത്ത് വരുമെന്ന് പറയും, ചിലത് അതിനകത്ത് തന്നെ നശിച്ചു പോകുന്ന പോലെ ജീവാത്മാവും ഈ കർമ്മങ്ങൾ കൊണ്ട് ബദ്ധനായിട്ട് ക്ലേശിക്കുകയും ഈ ജനന മരണ എന്നുള്ള ആ ഒരു ചക്രത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ജന്മമരണങ്ങളായിരുന്ന ചക്രത്തിൽ കൂടി കടന്നു പോകാതിരിക്കണമെങ്കിൽ ജന്മമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കുമ്പം മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിക്കുന്നതെല്ലാം മരിക്കും. അപ്പം മരിക്കുമ്പം നമുക്ക് ഒരു ഇതിനകത്ത് പറയുന്ന ഭാഗവതകാരന്മാർ, അതായത് ഭാഗവതം അല്ലെങ്കിൽ ഇതുപോലത്തെ ശാസ്ത്രം പഠിപ്പിക്കുന്നവരോ ഋഷീശ്വരന്മാരോ മുനീശ്വരന്മാരോ ഒക്കെ പറഞ്ഞു വെക്കുന്നൊരു വിദ്യയുണ്ട്, മോക്ഷം എന്ന് പറഞ്ഞൊരു വിദ്യ. അതായത് ഭഗവാനിലോട്ടാണ് നമ്മുടെ ഈ ബ്രഹ്മം ചെന്ന് ചേരുന്നതെങ്കിൽ അതിന് സച്ചിദാനന്ദ സ്വരൂപമാണ്, ഒരിക്കലും അതിന് മാറ്റമില്ല. അവിടെ ചെന്ന് ചേർന്നാൽ അത് പിന്നെ ജനിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്നാണ് ഇതിനകത്ത് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പം അതിനാണ് പുനരപി ജനനം പുനരപി മരണം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മരണവും പുനരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അറിയുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മളത് അറിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ അജ്ഞാനം കൊണ്ട്. നമ്മുടെ ജ്ഞാനം ഉണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മൾ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നെന്നും അടുത്ത വരാൻ പോകുന്ന ജന്മം എന്താണെന്ന് നമ്മൾക്കറിയാം. ഇത് പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നുമില്ല, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുമില്ല. പക്ഷേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതിനെ മാത്രം നമ്മൾ കാണുന്നു, ഇപ്പോഴത്തെ നമ്മുടെ ഈ ജീവിതത്തെ കാണുന്നു. ആ ജീവിതം എങ്ങനെയാണെന്ന് സന്തോഷകരമാക്കി വെക്കാം എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അത് അവിടം വരുമ്പോഴാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്വന്തം സ്വഭാവം എന്താ? സച്ചിദാനന്ദമായ ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം സച്ചിദാനന്ദ സ്വരൂപമാണ്, എപ്പോഴും ആനന്ദമയമായ സ്വരൂപമാണ്. കർമ്മങ്ങളാണ് നമ്മളെ ഇതിനകത്തൊക്കെ
നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അത് നന്മയാണേലും തിന്മയാണേലും രണ്ടും നമുക്ക് അനുഭവിക്കാനിടയാകും. അപ്പോൾ സുഖവും വരും ദുഃഖവും വരും. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ സുഖം മാത്രമേ ഉള്ളൂ. അവിടെ ദുഃഖത്തിനും പിന്നെ ഉത്കണ്ഠയ്ക്കും ഒന്നും യാതൊരു കാര്യവുമില്ല. അവിടെ എപ്പോഴും സുഖമായ അവസ്ഥയാണ്. അതായിട്ട് നമ്മളൊന്ന് മാറാനൊരു ശ്രമം നടത്തുക എന്നാണ് അവരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എന്താ, ദുഃഖം വന്നാലും സന്തോഷമായിട്ടിരിക്കുക, ഒരേപോലെ ഇരിക്കുക. സുഖം വന്നാലും സന്തോഷമായിട്ടിരിക്കുക, ഒരേപോലെ ഇരിക്കുക. അപ്പോൾ അത് അമിതമായി സന്തോഷിച്ച് അഹങ്കരിക്കാതെ എനിക്കെല്ലാം നേടിയെന്നുള്ളൊരിത് 4 പേരെ അറിയിക്കാനുള്ള ശ്രമം നടത്താതിരിക്കുക. അതുപോലെ ദുഃഖം വന്നാലും നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് പിരിഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് നടക്കണ്ട. കാരണം അത് വേറൊള്ളവരിൽ സഹതാപം ജനിപ്പിക്കാമെന്നല്ലാതെ നമുക്ക് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാ? ഒന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ദുഃഖം സ്വാഭാവികമാണ്, സുഖവും സ്വാഭാവികമാണ്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിന് ഒരു ചാഞ്ചല്യം ഉണ്ടാകും. അതിനെ നമ്മൾ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും അടക്കുക. ദുർവാക്കുകൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുക. അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൊരു കാര്യം ഒരാളിൽ നിന്ന് കേട്ടപ്പോൾ നമുക്ക് വിഷമം തോന്നിയ കാര്യം, ഒരാളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് വിഷമം തോന്നിയ കാര്യം, നമുക്ക് ദുഃഖം തോന്നിയ കാര്യം നമുക്ക് ചെയ്യാതിരുന്നുകൂടെ? സിമ്പിൾ ലോജിക്കാണ് ഞാനീ പറഞ്ഞത്. നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴോ നമ്മളോട് ഇങ്ങോട്ട് ചെയ്തപ്പോഴോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, നമുക്ക് വ്യസനം ഉണ്ടാക്കിയതായ കാര്യം നമ്മൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, നമുക്ക് മറ്റൊരാളിലോട് നേരെ ഉപയോഗിക്കാതിരിക്കാൻ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ ചെയ്താൽ, നമ്മളിങ്ങനെ പ്രവർത്തിച്ചാൽ, നമ്മളിങ്ങനെ പറഞ്ഞാൽ അവർക്കത് വിഷമമാകും എന്നുള്ള ആ ചിന്ത മനസ്സിലുണ്ടാക്കിയാൽ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളത് ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുക, നമ്മളത് വേണ്ടെന്ന് അങ്ങനെ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ജനന മരണങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞത്. മരണങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും. എന്താ? മോക്ഷം പ്രാപിച്ചാൽ. അതെന്തിനാ? അത് ഭഗവാന്റെ അടുത്ത് എത്തണം. വിഷ്ണു പാർഷദന്മാരോട് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആര്? യമദൂതന്മാർ. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ടത്തെ അകർമ്മകൃത കാര്യദേഹി അവശകർമ്മ ഗുണൈ സ്വാഭാവികൈർ ബലാത്. ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. കശ്ചിത് ക്ഷണമപി, അല്പസമയം പോലും ഒരു കാലത്തും അകർമ്മകൃത, കർമ്മം ചെയ്യാത്തവനായിട്ട് നഹി തിഷ്ടതി, ഇരിക്കുന്നില്ല. നമ്മൾ സദാസമയം കർമ്മം ചെയ്യുക. ഏതെങ്കിലും കാര്യം കൊണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ സ്വപ്നം കാണുന്ന മായയിൽ പോയി ഇരിക്കുക. അപ്പോൾ കർമ്മം ചെയ്യാത്തവനായിട്ട് ഇരിക്കുന്നേയില്ല. ആ സ്വഭാവത്തിൽ നിന്ന് ജനിച്ച, അതായത് സ്വസ്വരൂപത്തിൽ നിന്ന് ജനിച്ച ഗുണങ്ങൾ കൊണ്ട്, നമുക്ക് ഓരോ ഗുണങ്ങളുണ്ട് ഓരോരുത്തർക്ക്. നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ഒരു പൊതു സ്വഭാവം നമുക്കുണ്ടല്ലോ. ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവം. അതിൽ നിന്ന് ആ ഗുണങ്ങളാൽ പരവശനായിട്ട് കർമ്മം നമ്മൾ ബലാത്കാരേണ, ബലം പ്രയോഗിച്ച് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ലബ്ധ്വാ നിമിത്തം അവ്യക്തം വ്യക്ത അവ്യക്തം ഭവത്യുത യഥായോനി യഥാ ബീജം സ്വഭാവേന ബലീയസ. തിരുത്താനൊന്നുമില്ല. ജന്മാന്തരം, അതായത് പല ജന്മങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കർമ്മഫലമാകുന്ന അദൃഷ്ട കാരണത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരം ദേഹമല്ല, ദേഹി, ആത്മാവ്, ബ്രഹ്മം പണ്ടത്തെ വാസനയുടെ ശക്തി നിമിത്തം, കഴിഞ്ഞുപോയ ജന്മത്തിലെ വാസനയുടെ ശക്തി നിമിത്തം മാതാവിന് തുല്യമായ സ്ത്രീ ശരീരത്തെയോ പിതാവിന് സദൃശമായ പുരുഷ ശരീരത്തെയോ സ്വീകരിക്കുന്നു. അത് വേറൊരു ജീവനെ സ്വീകരിക്കുന്നു. നമ്മൾ പൂർവ്വമായി ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് ഒന്നെങ്കിൽ ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ജനിക്കുന്നു. ഏഷ പ്രകൃതി സങ്കേന പുരുഷസ്യ വിപര്യയ ആസീത സയേവ നചിരാത്. ആസീത് സയേവ നചിരാത് നാക്കുക. പിന്നെ ദീ എന്നുള്ളത് വെക്കണം. ദ എന്നാക്കിയിട്ട് ഈശ സംഘാത് വിലീയതേ. ഈശ സംഘാത് വിലീയതേ. ഏഷ പ്രകൃതി സങ്കേന പുരുഷസ്യ വിപര്യയ ആസീത് സ ഏവ നചിരാത് നചിരാത്. ഈശ സംഘാത് വിലീയതേ. ജീവന് സംസാരത്തിനെപ്പറ്റി പറഞ്ഞതിൻ്റെ ശേഷം മുക്തിമാർഗത്തെയും പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ പുരുഷൻ, അതായത് പ്രകൃതിയോട് അതായത് ഈ പ്രകൃതി എന്ന് പറയുന്ന മായ, ആ മായയോട് ചേർന്നത് നിമിത്തം വിപരീതാവസ്ഥയെ പ്രാപിച്ചു. ഈശ്വരനെ വളരെയധികം
തൃഷ്ണയോടെ എന്ന് വെച്ചാൽ ആഗ്രഹത്തോടു കൂടി കിട്ടണമെന്ന്, ഭഗവാനെ എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഭജിക്കുന്നത് കൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് മുക്തനാകും. ഈ കർമ്മബന്ധത്തിൽ നിന്ന് ഭഗവാനോടുള്ള ചേർച്ച കൊണ്ട് മുക്തനാകും. മറ്റൊരു വിധത്തിലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഈ മായയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഏക മാർഗം ഭഗവാനോട് അദമ്യമായ ഭക്തി ഉണ്ടാക്കുക മാത്രമാണ്. ഭഗവാനെ ഭജിക്കുക. അതുകൊണ്ട് അതായത് അത് സച്ചിദാനന്ദ രൂപമാണ്. ഈ ഭഗവാൻ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഭഗവാന് സകലതും അറിയുന്നവനാണ്. ഒരു ഗുണങ്ങളുമില്ല, ത്രിഗുണങ്ങൾക്കും സമമായിട്ട് ഇരിക്കുന്നവനാണ്. ജനിച്ചവനല്ല, മരിക്കാൻ പോകുന്നവനുള്ള അതിൻ്റെ രൂപമോ ആനന്ദമയമാണ്, സച്ചിദാനന്ദമയമാണ് ഭഗവാന്റെ സ്വരൂപം. നമ്മുടെ ആത്മാവിനുള്ളതും സ്വരൂപത്തിന് നമ്മുടെ ആത്മാവിനും അതും സച്ചിദാനന്ദ സ്വരൂപമാണ്. പക്ഷെ നമ്മൾ കർമ്മത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ശരീരവും കൂടി ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ കർമ്മത്തിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് നമ്മൾ ആ മായയിൽ പെട്ടിരിക്കുന്നു. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനെ നിത്യം സുഖം മാത്രം ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ ആശ്രയിക്കുന്ന നിമിത്തം നമുക്ക് എപ്പോഴും ആ സുഖമുള്ള വസ്തുവിനെ ആശ്രയിക്കുന്നവന് സുഖം തന്നെ കിട്ടും. അങ്ങനെയാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് സിമ്പിൾ ലോജിക്കാണ്. മധുരം കിട്ടുന്ന വസ്തുവിനെ രുചിച്ച് നോക്കിയാൽ മധുരം കിട്ടും. പക്ഷേ എരിവുള്ളത് രുചിച്ച് നോക്കിയാൽ എരിവേ കിട്ടൂ. എരിവിൻ്റെ സ്വഭാവം എന്താണ്? ആ തീക്ഷ്ണതയാണ്. ആ തീക്ഷ്ണതയെ നമ്മുടെ നാവിന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ എപ്പോഴും സുഖമുള്ള ഒരു വസ്തുവിനെ നമ്മൾ ആശ്രയിച്ചാൽ അതിനെ നമുക്ക് കിട്ടും, കുറേശ്ശെ കിട്ടിത്തുടങ്ങും. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ ഈശ്വര സാന്നിധ്യത്തിനെ അറിയുന്നവൻ്റെ നല്ലോണം അറിഞ്ഞറിഞ്ഞ് വരുന്നവൻ്റെ ഒരു അടുത്ത് ചെന്ന് ആ സാമീപ്യം തന്നെ നമ്മളിൽ എപ്പോഴും സന്തോഷഭാവമുള്ള ആ ആത്മീയത സന്തോഷകരമായി ഇരിക്കുന്ന ഒരു ആത്മാവിന് എപ്പോഴും സന്തോഷമായിരിക്കും. അവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം ചെലവഴിച്ചാൽ തന്നെ നമ്മുടെ പല ദുഃഖങ്ങളും മാറും. നമ്മൾ പറയാറില്ലേ, കുറച്ച് നേരം അവരോട് സംസാരിച്ചാൽ മതി, നമുക്കുണ്ടായ അത്രയും നേരത്തെ സങ്കടങ്ങളെല്ലാം ഓർക്കാനേ പറ്റിയില്ല, അത്രയും നേരം നമ്മൾ പോയത് അറിഞ്ഞില്ല എന്ന്. അവരുടെ സാമീപ്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അതാണ് ഈശ്വരൻ്റെ ഒരു അംശം അവരിലുണ്ട്, അവരുടെ വാക്കിലുണ്ട്, അവരുടെ പ്രവൃത്തിയിലുണ്ട്, അവരുടെ കാഴ്ചയിൽ. അവരെ കാണുമ്പോൾ തന്നെ നമുക്കതുണ്ട്. എപ്പോഴും പ്രസന്നഭാവം അത് ഉണ്ടാക്കി വയ്ക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആ മനസ്സിൻ്റെ ഭാവം മുഖത്തോട്ട് വരും. അത് മുഖം എപ്പോഴും എന്നിട്ട് മ്ലാനമായിട്ട്, അല്ലെങ്കിൽ കലുഷഭാവത്തിൽ, അല്ലെങ്കിൽ ദേഷ്യഭാവത്തിൽ, അല്ലെങ്കിൽ ഗർവിൻ്റെ ഭാഗത്തിൽ. നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരർത്ഥം വരും. ഞാൻ ശരീരമാണെന്ന് ധരിക്കുന്നവനാണ് അഹംകാരി എന്നുള്ള വാക്കിൽ നമ്മുടെ സംസ്കൃതത്തിലെ പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന അഹങ്കാരം. ഇത് ഗർവ് എന്ന് വെച്ചാൽ എന്നിൽ കവിഞ്ഞ ആരുമില്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് എല്ലാം പുല്ലാണെന്ന് പറഞ്ഞൊരു നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരമില്ലേ, അത് ഗർവ്. ആ ഗർവ് ഭാവം നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുകളയും. നമ്മൾ എളിമ, ഡൗൺ ടു എർത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ വളരെ താഴ്മയോടെ ഇരിക്കുക. നമ്മൾ അത്രയും താഴ്ന്നവരാണ്, അത് സ്വയം മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് വലിയ ആൾക്കാരാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ധനികനാണെന്നോ, നമ്മൾ നല്ല ആരോഗ്യവാനാണെന്നോ ഒന്നും ധരിക്കേണ്ടതില്ല. അതൊന്നും നമ്മൾ വിചാരിക്കണം അതെല്ലാം ഇല്ലാതാകുന്നതാണ്. എങ്ങനെ? നിമിഷം കൊണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും, ധനം, സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം തികഞ്ഞതെന്നുള്ള രോഗമില്ല എന്നുള്ള ഭാവം, ഉണ്ടാവാനാണ് എന്നുള്ള ഭാവം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാനായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന മുഴുവനതാ. എങ്കിലും പഠിക്കുകയില്ല നമ്മൾ. പിന്നെ നമ്മൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർക്കുക, ഇതൊക്കെ എന്നെയും ബാധിക്കുന്നതാണ്. പല പ്രശ്നങ്ങളും, ലോകത്തിൽ കാണുന്നതായ പ്രശ്നങ്ങൾ എന്നെയും ബാധിക്കുന്നതാണ്. ഞാനും ഇതിനകത്തെ ഒരു ഭാഗമാണ്. എപ്പം വേണമെങ്കിലും ഈ പറഞ്ഞത് എനിക്ക് സംഭവിക്കാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഗർവ് കുറഞ്ഞു കിട്ടും. ആ ഗർവ് എന്നുള്ള ഭാവം കുറഞ്ഞു കിട്ടും. ഹരി ഓം.